ലബനാനിൽ അനധികൃതമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് ചൈനയുടെ അതിശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചൈനയുടെ UN പ്രതിനിധി സൺലിയാണ് ഈ കാര്യം തുടർന്നടിച്ചിരിക്കുന്നത്. ലബനാൻ മറ്റൊരു ഗസയായി മാറരുത് എന്ന ശക്തമായ വാണിംഗ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ചൈന വാണ്ട്സ് ഇസ്രയേൽ വിത്ഡ്രോ ഫ്രം ലെബനാൻ നൗ. ഇപ്പോൾ ഉടനെ തന്നെ ഇസ്രയേലിന്റെ സൈന്യം ലെബനാനിൽ നിന്ന് പിന്മാറേണ്ടതുണ്ട്. ലെബനാൻ മസ്റ്റ് നോട്ട് ബിക്കം അനദർ ഗസ. ലെബനാൻ മറ്റൊരു ഗസയായി മാറാൻ പാടില്ല. ഇതിന് അന്താരാഷ്ട്ര സമൂഹം ഉടനെ ഇടപെടേണ്ടതുണ്ട് എന്നാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ യുദ്ധങ്ങളിലൊന്നും നേരിട്ട് ഇടപെടുന്ന സ്വഭാവം ചൈനയ്ക്കില്ല. പൊതുവായി ചില പ്രസ്താവനകൾ പറയുക എന്നതിലുപരി കൂടുതലായി ചൈന ഇടപെടാറില്ലെങ്കിലും ഈ യുദ്ധത്തിൽ ഇപ്പോൾ ശക്തമായ ഒരു പ്രസ്താവനയാണ് ചൈനയുടെ UN പ്രതിനിധി നടത്തിയിരിക്കുന്നത്. മാത്രമല്ല അതിൽ കടുത്ത ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ലെബനാൻ മസ്റ്റ് നോട്ട് ബിക്കം അനദർ ഗസ. ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മസ്റ്റ് നോട്ട് അലോ ദ ട്രാജഡി ഓഫ് ഗസ ടു റിപ്പീറ്റ് ഇറ്റ്സെൽഫ്. ഗസയിൽ ഇസ്രയേൽ നടത്തിയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു നീക്കം ലെബനാനിൽ അന്താരാഷ്ട്ര സമൂഹം അനുവദിക്കരുത്. ഇസ്രയേലിന്റെ കടന്നുകയറ്റങ്ങൾ വല്ലാത്ത രീതിയിൽ കൂടി വരികയാണ്. നമുക്കറിയാം, സിറിയയിലാണെങ്കിലും ലെബനാനിലാണെങ്കിലും അയൽ രാഷ്ട്രങ്ങളിലെല്ലാം നീരാളിക്കൈകളെ പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ നീക്കം. ഇത് തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള സംഘർഷങ്ങൾക്കും പ്രതിസന്ധികൾക്കും എല്ലാം കാരണം. വർഷങ്ങളായി മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിയുടെ ഏക കാരണം അത് ഇസ്രയേലാണ് എന്നിപ്പോൾ ലോകത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏത് പ്രശ്നങ്ങളുടെയും പിന്നിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതിന്റെ എല്ലാം പിന്നിൽ ചരട് വലിക്കുന്നത് ഇസ്രയേലാണ്. ഇസ്രയേലിന്റെ പിന്നിൽ നിന്നുകൊണ്ട് അമേരിക്കയും അതിന് കൂട്ടു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇപ്പോൾ ചൈന നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് സൈനികമായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ പോലും UN ഇത്രയും ശക്തമായ ഒരു പരാമർശമാണ് ചൈന നടത്തിയിരിക്കുന്നത്. റഷ്യയുടെ ഭാഗത്ത് സമാനമായ നീക്കങ്ങളുണ്ട്. മാത്രമല്ല ലോജിസ്റ്റിക് യുദ്ധത്തിന് വേണ്ട മറ്റു പല രീതിയിലുള്ള സഹായങ്ങളും ഇറാന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കൻ സൈനികരുടെ താവളങ്ങളും അവരുടെ നീക്കുപോക്കുകളുമെല്ലാം അക്ഷരാർത്ഥത്തിൽ ഒപ്പിയെടുത്ത് ഇറാൻ സൈന്യത്തിന് റഷ്യ കൈമാറുന്നുണ്ട് എന്നത് അന്താരാഷ്ട്ര തലങ്ങളിൽ തന്നെ വാർത്തയായിരുന്നുവെങ്കിൽ റഷ്യ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നു. ചൈനയും കൂടെ ഈ ഒരു നീക്കത്തിലേക്ക് ഇടപെടുകയാണെങ്കിൽ അതൊരു വലിയ രൂപത്തിലുള്ള പ്രതിരോധം അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, നിലവിൽ ഇറാന്റെ പ്രത്യാക്രമണങ്ങൾ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് അടച്ചത് തന്നെ അമേരിക്കക്ക് വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇനി ചൈനയും റഷ്യയും കൂടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇറാന് പിന്നിൽ നിന്നുകൊണ്ട് നടത്തുകയാണെങ്കിൽ തീർച്ചയായും അത് അമേരിക്കയെ ഈ യുദ്ധത്തിൽ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.